വാൽപ്പാറയുടെ വീഡിയോ എന്നിടണമെന്ന് വിചാരിക്കുക അന്ന് എനിക്ക് പനി പിടിക്കും. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് എനിക്ക് എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഇന്ന് എന്തായാലും ഇട്ടേക്കാന്ന് കരുതി വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഒന്നും ശരിയായിട്ടില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ കൊച്ചിയിൽ നിന്ന് ഒരു 2 മണി കഴിഞ്ഞ് അനിയൻ്റെ ബൈക്കും എടുത്ത് നേരെ ആതിരപ്പള്ളി വഴി വാൽപ്പാറയ്ക്ക് പോയി. പോണ വഴിക്കൊക്കെ ഞാൻ പറയണുണ്ട് എനിക്ക് പേടിയാണ്, ഞാൻ ഫോറസ്റ്റിൽ കൂടെ 5 മണി കഴിഞ്ഞാൽ ഒരു യാത്രയ്ക്കില്ല. അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ട് 6 മണി കഴിഞ്ഞ് നീ പേടിക്കേണ്ട, വാഴച്ചാൽ കയറ്റി വിടത്തില്ല. എന്നാലും ആതിരപ്പള്ളി വഴി പോകുമ്പോഴും ഫോറസ്റ്റ് ഉണ്ട്, ഞാൻ വരില്ല. ഞാനൊരേ ബഹളമായിരുന്നു. എനിക്കെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. അവസാനം എൻ്റെ പേടിയുടെ ആധിക്യം കൊണ്ട് തന്നെ നമ്മൾ ആതിരപ്പള്ളിയിൽ റൂം എടുത്ത് നിന്നിട്ട് രാവിലെ പോയി. അങ്ങനെ രാവിലെ കെട്ടും കെട്ടി ഇറങ്ങുന്നുണ്ട്. രാവിലെ പോയി ആനിമൽസിനെയൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തലേ ദിവസം ഞങ്ങൾ കുറച്ച് ആനേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പേടി കാരണം ഒരിടത്ത് നിർത്താൻ സമ്മതിച്ചില്ല. അങ്ങനെ രാവിലെ അതിസുന്ദരിയായ ആതിരപ്പള്ളിയെ കണ്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്താ വെച്ചാൽ ആതിരപ്പള്ളിയിൽ കുരങ്ങനല്ലേ ഉള്ളൂ, നമുക്ക് കുരങ്ങനെ പേടിക്കണ്ടല്ല. പിന്നെ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ട് ഞങ്ങൾ നേരെ വാഴച്ചാലിലേക്ക് പോയി. അവിടെ ചെന്നപ്പം എൻ്റെ പേടി ഇരട്ടിപ്പിക്കാനായിട്ട് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞ് ഫോറസ്റ്റിലൊന്നും ഒരിക്കലും ഇറങ്ങില്ല, അനിമൽസൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ പേടിച്ച് ഞങ്ങൾ നേരെ ഫോറസ്റ്റിലേക്ക് പോയി. അപ്പം ഞാൻ പറയണുണ്ടായിരുന്നു നമുക്ക് ഒരിടത്തും ഇറങ്ങേണ്ട, നമുക്ക് ഏതെങ്കിലും വണ്ടിയുടെ ബാക്ക് പിടിച്ച് പോകാമെന്ന്. അപ്പം നമ്മുടെ കണവൻ പറയണുണ്ട് നമുക്ക് ഇറങ്ങി ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകാമെന്ന്. നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, ഒരു ഭാവനയുടെ സിനിമയുണ്ട്, എനിക്ക് പേരൊന്നും അറിയില്ല, പുലി പിടിക്കുന്ന ഒരു സിനിമയാണ് ഭാവനയുടെ ലാസ്റ്റ്. അതാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും പേടിച്ച സിനിമ, അല്ലാതെ പ്രേതമൊന്നുമല്ല. അപ്പം എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം പേടിച്ചാണ് നിൽക്കുന്നത്. എൻ്റെ കണവനാണെങ്കിൽ എന്നെ നന്നായിട്ട് ചീത്ത പറയണമുണ്ട്. എൻ്റെ എക്സ്പ്രഷനൊക്കെ പേടിച്ചിട്ടാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അങ്ങനെ ഭാവനയെ പുലി പിടിക്കുന്നുണ്ട് എത്രയോ ദിവസം ഉറങ്ങാത്ത ഞാനാണ് ഈ കാട്ടിൽ കൂടെ പോയത്. അങ്ങനെ ഒരു ടൗൺ എത്തിയപ്പോൾ ഒരു ആശ്വാസമായി. അതിൻ്റെ ആശ്വാസത്തിൽ എന്തൊക്കെയോ മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങളത് ഈ ഡാമൊക്കെ എത്തി. ആളെ കണ്ടപ്പം എനിക്കൊരു മനസ്സിന് കുളിർമയൊക്കെ കിട്ടി കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ യൂറിനറി ഇൻഫെക്ഷൻ എനിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ചെറുതായിട്ടില്ല വലുതായിട്ട് പണി തന്നിട്ടുണ്ടായിരുന്നു, കുളിരും പനിയും. അപ്പോൾ ഇച്ചിരി വെയിലൊക്കെ കിട്ടിയപ്പോൾ നല്ല ആശ്വാസമായിരുന്നു. അതിനിടയ്ക്ക് വാൽപ്പാറ എത്തി ഇച്ചിരി ചോറും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കണവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി വെയിൽ കൊള്ളണമെന്ന്. ആ മനുഷ്യരെന്നെ കൊട്ട വെയിലെത്തോണ്ടിരുത്തി ഗൈസ്. അതാണ് ഈ അവസ്ഥ. അങ്ങനെ റിസോർട്ടൊക്കെ നോക്കിയപ്പോൾ ഒടുക്കത്തെ റേറ്റ്. അങ്ങനെ തപ്പി പിടിച്ച് ഒരു റിസോർട്ട് കണ്ടുപിടിച്ച് ഒരു കട്ടൻ ചായയും കുടിച്ചപ്പോൾ എന്തൊരാശ്വാസം. അപ്പോൾ ജീവനുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ ബാക്കി ഉടനെ ഇടാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ ഗൈസ്.